അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിഹാബിലിറ്റേഷൻ്റെ അടുത്തൊരു പോയിന്റാണ് പറയാൻ പോകുന്നത്. ഡിസിമിനേറ്റിംഗ് ഗുഡ് പ്രാക്ടീസസ് ആൻഡ് ലെസൺസ് ലേൺഡ്. ഡിസിമിനേറ്റിംഗ് ഗുഡ് പ്രാക്ടീസസ് ആൻഡ് ലെസൺസ് ലേൺഡ്. ഡിസിമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എന്ത് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക, അത് പ്രകടിപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മളൊരു റിഹാബിലിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇവിടെയും പറയാൻ പോകുന്നത്. Advancement in the field of information and technology (ICT) have made the concept of global village a reality. Proper communication system can be of enormous use in effective disaster management. It can be instrumental in generation of awareness and dissemination of information during the disaster preparedness and disaster recovery. The use of modern communication is of relevance not only to the disaster managers but also to the grassroots levels, though the low-cost options such as HAM, amateur radios, wireless loudspeakers, folklore, nukat-tataks, market fairs, posters are also effective. These must find a place in the recovery plan for the proper information dissemination on disaster. ഇപ്പോൾ നമ്മളൊരു റിക്കവറി പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഇന്ന് ഉള്ള ടെക്നോളജികൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലേ, കമ്പയർഡ് ടു ദ 10 years ബിഫോർ. നമ്മളൊരു 10 വർഷത്തെ മുമ്പുള്ള കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൗ ദർ ഇസ് ലോട്ട് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ലോകം ഒരു വില്ലേജ് ആയിട്ട് മാറാൻ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ വളർച്ച കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഏതൊരാളെയും ഏതൊരു ലോകത്തിന്റെ എവിടെ ഉണ്ടെങ്കിലും വീഡിയോ കോൾ വഴിയോ എങ്ങനെ വേണമെങ്കിൽ കാണാനും എക്സ്പേർട്സിനോട് സംസാരിക്കാനും ഒക്കെ പറ്റും അല്ലേ? ഇപ്പൊ ഈ ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ക്ലാസ് പോവാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. ഇതൊക്കെ എന്താണ്, ടെക്നോളജീന്റെ അറ്റർമോസ്റ്റ് ആണ് അല്ലേ, ഏറ്റവും അറ്റാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കമ്മ്യൂണിക്കേഷന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ റേഡിയോസ്, വയർലെസ്, ലൗഡ് സ്പീക്കർ, ഫോക്ലോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് പറയുന്നത്. Existing developmental policies are being re-examined to incorporate disaster prevention and preparedness. However, there has been limited debate on the content thrust of these policy initiatives. The crucial question that needs to be addressed: how can the public policy enable the transfer of good practices and research the most threatened communities? The success story of Ralegan Siddhi, greening Arvari River in Alwar, building your own check dam in Saurashtra are waiting to be replaced. അതായത് പറയുന്നത്, ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും കൊടുക്കണം. ഇപ്പോൾ ദുരന്തം വരുന്നുണ്ട് നമ്മൾ ഫോണിൽ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിഞ്ഞിട്ട് വെക്കാണ്ട് ആളുകളെ രക്ഷിക്കാനും ആളുകളോട് പറയാനും അത് ന്യൂസ് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ നമ്മളും കൂടി കാരണക്കാരനാണ്. അതുപോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സൗരാഷ്ട്ര എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാള് ചെക്ക് ഡാം നിർമ്മിച്ചു. എന്തിനാണ്? സ്വയം നിർമ്മിച്ചു. കാരണം അവിടെ വെള്ളം കിട്ടാത്ത അവസ്ഥ കൊണ്ട് അദ്ദേഹം തന്നെ നിർമ്മിച്ചു. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നാണ്. അതിന് പ്രത്യേക ഇമ്പോർട്ടൻസ് തന്നെ റിക്കവറി പ്ലാനിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് പ്രൊട്ടക്ടിങ് എൻവയോൺമെന്റ്. Disaster management and environmental protection should go hand in hand. As we all know, the frequency, intensity, and impacts of disasters can be attributed to flawed environmental policies. Greenland glaciers are melting twice as fast as previously, pointing towards the scary reality. The Earth's oceans are rising fast. By 2050, cyclone tsunami submerging islands would become headline news everywhere. അപ്പൊ സക്സേന എന്ന് പറയുന്ന വ്യക്തി 2006 എഴുതിയ ഒരു കൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ വേർഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം അല്ലെങ്കിൽ ആ ഒരു സംഭവവും അതിന്റെ ഒപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങളും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം മഞ്ഞുരുകല്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്ട് കാരണം
അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞുരുകുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഐസ് ബ്ലോക്സ് ഉരുകുകയാണ്. അപ്പം എന്താവും, കടലിൽ വെള്ളം കൂടി കരയില്ലാണ്ടാവും. അതുപോലെ ഇനി ഒരു 2050 ഒക്കെ ആകുമ്പോൾ ഈ ലോകത്തിന്റെ പകുതിയും തന്നെ കടലായി മാറും. ഇപ്പോൾ തന്നെ 2 ഭാഗവും കടലാണ്. അത് 2.5 വരെ ആവാം. കാരണം അത്രയും പ്രകൃതിക്ക് ദോഷം സംഭവിച്ചുകൊണ്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള കാര്യം രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ഓക്കെ. പിന്നെ പറയുന്നത്, ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് ഐലൻഡുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ആൻഡമാൻ നിക്കോബാർ ഉണ്ട്, പിന്നെ ലക്ഷദ്വീപ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ദ്വീപുകൾ ലോകത്തിന്റെ പല സൈഡിലായിട്ടുണ്ട്. ഇതൊന്നും ഇനി കാണാൻ പറ്റില്ല. ന്യൂസുകളിൽ ഹെഡ്ലൈൻ ആയിട്ട് മാറുന്നത് ഇങ്ങനെ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു എന്നുള്ള ഹെഡ്ലൈൻസ് ആയിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഡേ ബൈ ഡേ നമ്മുടെ എൻവയോൺമെന്റ് ഇല്ലാതാവുന്നുണ്ട് അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ എൻവയോൺമെന്റ് സംഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദ ബീച്ചസ് ഓഫ് എ third of the 200 islands of Maldives are being swept away. The quarter of all species and plants are land animals could driven to extinction. അതായത് മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൽ 200ഓളം ഐലൻഡുകളിൽ അതിന്റെ ഒരു 1/3 അല്ലെങ്കിൽ അതിന്റെ ഒരു 1/3 പോർഷൻ ഇപ്പൊ തന്നെ ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് അപൂർവ സസ്യങ്ങൾ ഉണ്ടാവും അല്ലെ, റെയർ പ്ലാന്റ്സ് ഉണ്ടാവും, അനിമൽസ് ഉണ്ടാവും. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്റ്റൻഷന്റെ ഭാഗത്താണ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതില്ലാണ്ടാവുകയാണ്. ആ ഒരു ജീവിവർഗം ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡ് ബുക്ക് ലിസ്റ്റിലായി പോകുന്ന അവസ്ഥയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഇഷ്യൂ ആണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അടുത്തത്, endorsing sustainable development and alternative livelihood strategy. Endorsing sustainable development and alternative livelihood strategies. In order to create a long-term vulnerability reduction conditions, a sustainable livelihood framework is urgently required. ഈ പാരഗ്രാഫ് ഇല്ലെങ്കിൽ ഈ ലൈൻ വായിക്കുമ്പോൾ, ഈ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ലോങ് ടേം, കുറേ കാലത്തേക്ക് ദുരന്തം വരരുത് എന്ന് കരുതി സെറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നാണ് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ദുരന്തം കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാലും അതിനേക്കാളും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു ജീവിക്കാനുള്ള ഒരു സുസ്ഥിര വികസനമാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അതായത് ഒന്നിനെയും ദ്രോഹിക്കാതെ എല്ലാവരും സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതി എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതാണ് കൂടുതൽ റിക്വയർമെന്റ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. The livelihood approach advocates an increase in economic opportunities of work without degrading natural environment. അപ്പോൾ ഒരു ലൈവ്ലിഹുഡ് അപ്രോച്ച്, ഇതൊരു പുതിയ അപ്രോച്ചാണ്. എന്താണ് ലൈവ്ലിഹുഡ് അപ്രോച്ച്? ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ സമ്പത്ത്, എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. എങ്ങനെ? പ്രകൃതിയെ നശിപ്പിക്കാതെ തന്നെ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ പ്രകൃതിയോട് ഒരു ബന്ധവും കീപ്പ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രകൃതിയോട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ജോലി ആവുകയാണെങ്കിൽ അതുവഴി നമുക്ക് സമ്പത്തും ഒപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ഓക്കെ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് മോർ ദാൻ ദ ഗ്രോത്ത്. It requires a change in the content of growth to make it equitable in its impact. The main objective of sustainable development is to prevent the acts of nature from becoming disasters. The main focus of sustainable development is to mitigate the conflict between development and environment. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഗ്രോത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ മെയിൻ ഒബ്ജക്റ്റീവ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെന്റ് ആക്ട്സ് ഓഫ് നേച്ചർ ഫ്രം ബിക്കമിങ് ഡിസാസ്റ്റേഴ്സ്. പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന്റെ ആ ഒരു അവസ്ഥ മാറ്റുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതൊരു ഡിസാസ്റ്ററായി മാറാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അടുത്തത്, integrating recovery with the larger development process. Integrating recovery with the larger development
process. It is clear from our discussion in this unit that disaster recovery has to be integrated into larger development process. The basic justification of linking relief and rehabilitation with the development. The new approach to disaster management and development is quite simple. The disasters are costly in terms of both human and life resources. They disrupt economic and social development. They require long period of rehabilitation. They lead to separate bureaucratic structures and procedures which duplicate development efforts by the institution involved. ഇതിന്റെ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇന്റഗ്രേറ്റിംഗ് റിക്കവറി വിത്ത് ലാർജർ ഡെവലപ്മെന്റ് പ്രോസസ്. വലിയൊരു മാറ്റത്തിന്റെ പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് റിക്കവറി സാധ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ദുരന്തം ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്താണെന്ന് പറയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CBDP. ഓക്കെ, CBDP എന്താന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാം, ഇല്ലെങ്കിൽ ഷോർട്ട് നോട്ട് വരാം. വാട്ട് ഈസ് CBDP എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. ഓർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞിട്ട് എന്താന്ന് ചോദ്യം വരാം. ഓക്കെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഓക്കെ, പേര് മനസ്സിലായല്ലോ. ഇനി അതിലെ ആദ്യം കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൽ കമ്മ്യൂണിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലേ. Community has many connotations, but in our context, the community would be defined as the group of people who sharing the same geographical area and facing same type of disasters. ഈ കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് അല്ലെ. ഇപ്പൊ സോഷ്യോളജിക്കൽ പൊളിറ്റിക്കൽ ആസ്പെക്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല അർത്ഥം കൊടുക്കാൻ പറ്റും കമ്മ്യൂണിറ്റി എന്നുള്ളതിന്. കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെ അർത്ഥം കൊടുക്കാം? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സ്പെഷ്യൽ റിലീജിയൻ എന്ന് പറയാം അല്ലെ. ഒരു എന്താണ് കമ്മ്യൂണിറ്റി, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി പറയാം. അതുപോലെ പല ടൈപ്പിലെ കമ്മ്യൂണിറ്റീസ് നമുക്ക് പറയാം. ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി, ഇങ്ങനെ സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൺസെപ്റ്റിൽ എന്താണ് കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയറിങ് സെയിം ജോഗ്രഫിക്കൽ ഏരിയ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന, ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ആൻഡ് ഫേസിങ് സെയിം ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു ഏരിയയിൽ താമസിക്കുന്നവർ ഒരേ ടൈപ്പുള്ള ഡിസാസ്റ്റർ അല്ലേ നേരിടുള്ളൂ. അപ്പൊ നമ്മളുടെ വീടിരിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ള 10 വീടുകൾക്കും നമുക്കുള്ള അതേ പ്രോബ്ലം ആയിരിക്കും അവർ നേരിടുന്നുണ്ടാവുക ഡിസാസ്റ്ററിന്റെ കാര്യത്തിൽ. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്, വാട്ട് ഈസ് CBDP എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫ്, ഈ 3 പാരഗ്രാഫ് അതേപോലെ എഴുതിക്കോളാം. ഓക്കെ, എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് CBDP can be defined as is the process in which communities are actively engaged in the identification and analysis of their disaster risk, decided on preparedness measures, and implement disaster preparedness activities for the better response and recovery. എവിടെ തൊട്ട് അണ്ടർലൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ, ഡിഫൈൻഡ് തൊട്ട് അവസാനം വരെ മാർക്ക് ചെയ്യാം. എന്താ പറയുന്നത്? ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ്, ഇതൊരു പ്രോസസ്സാണ് ഇൻ വിച്ച് കമ്മ്യൂണിറ്റീസ് ആർ ആക്റ്റീവ്ലി എൻഗേജ്ഡ്. ആ വിഭാഗം ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് എൻഗേജ് ആയിരിക്കുന്നു, മുഴുകിയിരിക്കുന്നു. എന്തില്? ഇൻ ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ദെയർ ഡിസാസ്റ്റർ റിസ്ക്. അവര് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും പറ്റുന്നു. എന്തിനെ? ഡിസാസ്റ്ററിന്റെ റിസ്കിനെ, അവര് നേരിടുന്ന ഡിസാസ്റ്ററിന്റെ റിസ്ക് മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നു. ആൻഡ് ഡിസൈഡ് ഓൺ ദ പ്രിപ്പയർഡ്നെസ് മെഷേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആക്ടിവിറ്റി ഫോർ റെസ്പോൺസ് ആൻഡ് റിക്കവറി. അതൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം ഒരു കുന്നും പ്രദേശമാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഉറപ്പാണ്, ഇല്ലെങ്കിൽ വേണ്ട, നമ്മളുടെ വീടൊക്കെ ഇരിക്കുന്നത് ഒരു താഴ്ന്ന പ്രദേശത്താണെന്ന് വിചാരിക്കാം. എപ്പോ വേണമെങ്കിൽ വെള്ളം കയറാവുന്ന അവസ്ഥയിലാണ്, ആലപ്പുഴയിലാണ് നമ്മുടെ വീട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നമുക്കറിയാം വളരെ ശക്തമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ വെള്ളത്തിന്റെ അടിയിലാവുന്നു നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതിനെ കുറിച്ച് ഓൾറെഡി അറിയാം.
നമ്മളിത് ഐഡന്റിഫിക്കേഷൻ ചെയ്തു, അനലൈസ് ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, സാധനങ്ങൾ മാറ്റണോ, അപ്പോൾ നമ്മുടെ റിസ്ക് നമ്മൾ മനസ്സിലാക്കി. വയ്യാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ കൃഷി നശിക്കില്ലേ, ഇങ്ങനെ ഒരു തിങ്കിങ് നമ്മളെ മൈൻഡിൽ വരും അല്ലേ. അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ഐഡന്റിഫിക്കേഷൻ ചെയ്യുന്നു. എന്താണ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നു, നമ്മൾ എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള അനാലിസിസും നമ്മുടെ മൈൻഡിൽ നടക്കുന്നു. ആൻഡ് ഡിസൈഡ് ഓൺ പ്രിപ്പയർഡ്നെസ് മെഷേഴ്സ്. അങ്ങനെ നമ്മളതിന് പ്രിപ്പയർ ആവുന്നു. അങ്ങനെ വെള്ളം കയറുന്നതിന് നമ്മൾ പ്രിപ്പയർ ആവുന്നു. എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ബന്ധു വീട്ടിലേക്ക് മാറുന്നു. സാധനങ്ങളൊക്കെ ഇപ്പൊ എന്താണ് 2 നിലയുള്ള വീടാണെങ്കിൽ എല്ലാം മുകളിലേക്ക് മാറ്റുന്നു, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതാണ് പ്രിപ്പയർഡ്നെസ് അല്ലെ, ദുരന്തത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ ഇംപ്ലിമെന്റ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആക്ടിവിറ്റീസ് ഫോർ ബെറ്റർ റെസ്പോൺസ് ആൻഡ് റിക്കവറി. അപ്പോൾ പെട്ടെന്ന് അതിനോട് റെസ്പോൺസ് ചെയ്യുന്നു, ഒപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് റിക്കവറി ആവാൻ വേണ്ടിയുള്ള കാര്യങ്ങളോട് ആക്ടിവിറ്റീസും കൂടി നമ്മൾ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. എന്താണ് അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്? ഇറ്റ് ഈസ് ദി പ്രോസസ് in which communities are actively engaged in identification and analysis of their risk, decide on preparedness measures, and implement disaster preparedness activities for the better response and recovery. Simply, we can say that it is a process which communities are actively engaged in the process of identifying risk and analysis of risk, and also doing better response matters on the for the recovery. Okay. Communities are in the prime movers in CBDP. They are mobilized to come together to enhance their capacities so that they are able to cope with the hazards and preserve their developmental gains. Communities who are vulnerable to hazards and face disaster frequently more likely to get engaged in CBDP and undertake capacity building activities. Under CBDP, we deal with the community perception, their priorities, their awareness, risk mapping, database, and linkage between government and NGOs efforts, etc. അപ്പോൾ ഒരു ദുരന്തത്തിന്റെ ഫസ്റ്റ് ബാധിക്കുന്ന ആരെയാണ്? ആ കമ്മ്യൂണിറ്റീനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്, നമ്മളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. മാത്രമല്ല നമ്മൾക്കാണ് എല്ലാം ഫസ്റ്റ് അറിയുന്നതും അനുഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മളാണ് ഇതിലെ ഫസ്റ്റ് പ്രൈം മൂവേഴ്സ് എന്ന് പറയുന്നത് ദ കമ്മ്യൂണിറ്റീസ്. ഓക്കെ. ദേ ആർ മൊബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പിംഗ്, കൂടിച്ചേരുക എന്നുള്ള അർത്ഥമാണ്. ടു കം ടുഗെദർ എൻഹാൻസ് ദെയർ കപ്പാസിറ്റീസ്. അപ്പോൾ അവരെല്ലാവരും ഒന്നു ചേർന്ന് അവരുടെ കപ്പാസിറ്റീസ് കൂട്ടുന്നു, ഒപ്പം തന്നെ ആ ഹസാർഡിനോട് കോപ്പപ്പ് ആവാൻ, അതിനോടൊപ്പം പോവാൻ വേണ്ടി ശ്രമിക്കുകയും, ഒപ്പം തന്നെ പ്രിസർവിങ് ദെയർ ഡെവലപ്മെന്റ് ഗെയിൻസ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്നു. മാത്രമല്ല അവർക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യണം, എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അതുപോലെ ഇവർക്ക് നല്ല കണക്ഷൻ ഉണ്ടാവും വിത്ത് ഹൂം, ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് NGOs. അപ്പൊ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഇവർക്ക് പ്രത്യേക ഇതായിരിക്കും. Principles of community organization is based on the premise that people are the primary agents of change and should be the key actors, and therefore all initiatives should be implemented with the full participation of local people. Organizing community for disaster preparedness is a means, not a solution, and it would be preferred to build upon the existing vulnerable groups. അപ്പോൾ ഈ CBDP എന്താന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, കമ്മ്യൂണിറ്റീസ് ആണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത്. ദ ഫ്രണ്ട് ലൈൻ ഈസ് ഓൾവേസ് ദ കമ്മ്യൂണിറ്റി. ദേ ഡു ദ ഓൾ മെഷേഴ്സ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ അറ്റ് ദ ടൈം ഓഫ് എ ഡിസാസ്റ്റർ. Not only at the time of disaster, but also the pre-disaster and post-disaster stage. Okay. Principles of community organizing is based on the premise that people are primarily agents of change and should be key actors.
അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ അടുത്ത് പ്രൈമറി ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി തന്നെയാണ്. അവരാണ് അതിൻ്റെ കീ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം അവിടെ നിൽക്കുന്നത് അവിടുത്തെ ഏരിയയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും. ഓൾ ഇനീഷ്യേറ്റീവ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത് ഫുൾ ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ പീപ്പിൾ. അതിൽ കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷൻ ആരുടെ ആയിരിക്കും? ഈ ലോക്കൽ പീപ്പിളിൻ്റെ തന്നെ ആയിരിക്കും. Organizing community for disaster preparedness is a means, not a solution. അപ്പോൾ കമ്മ്യൂണിറ്റീനെ ഓർഗനൈസ് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റീനെ ഓർഗനൈസ് ചെയ്യുക, ഒരു ഡിസാസ്റ്ററിന് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല. മറ്റെന്താണ്? ഇറ്റ് ഈസ് എ പ്രിഫേർഡ് ടു ബിൽഡ് അപ്പോൺ ദ എക്സിസ്റ്റിംഗ് വൾണറബിൾ ഗ്രൂപ്പ്സ്. അതിനോട് യോജിച്ചു പോകുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ദർ ഇസ് എ നീഡ് ഓഫ് CBDP? എന്തിനാണ് നമുക്ക് CBDP എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു. വാട്ട് ഈസ് ദ നീഡ് ഓഫ് CBDP? വാട്ട് ഈസ് CBDP നമ്മൾ പറഞ്ഞു. ഇനി വാട്ട് ഈസ് ദ നീഡ്? എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു അവിടെ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഇത്ര വൾണറബിൾ ഗ്രൂപ്പായി മാറേണ്ട ആവശ്യം എന്താണെന്നാണ് അടുത്തത്. Involvement of community provides sustainability to community level initiative for disaster management. ആദ്യത്തെ കാര്യം, external agencies like government, non-government organization may initiate and implement community level programs before and after, but community would always be involved. അപ്പോൾ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഏജൻസീസ് പങ്കെടുക്കും, പലതരത്തിലുള്ള ആൾക്കാർ ആ ദുരന്ത സ്ഥലത്ത് വന്നിട്ട് എല്ലാം ചെയ്യും. പക്ഷേ ആ ദുരന്തത്തിന് മുമ്പും ശേഷവും എപ്പോഴും ആ കാര്യത്തിന് ഇൻവോൾവ് ആയി നിൽക്കുന്ന ആരാണ്? അവിടെയുള്ള ആൾക്കാരാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഏരിയയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര ആൾക്കാർ വന്നാലും നമ്മളും അവിടെ തന്നെ ഉണ്ടാവും, അല്ലെ? ചൂണ്ടിക്കാണിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മളും ഉണ്ടാവും. അടുത്തത്, ഇഫ് ദ കമ്മ്യൂണിറ്റി ആർ നോട്ട് വെൽ പ്രിപ്പയർഡ്, കൺട്രോൾ ഓവർ ദ ഡിസാസ്റ്റർ ഇവന്റ് വുഡ് ബി യൂഷ്വലി ലോസ്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഒക്കറൻസ്. ഈ CBDP എന്ന് പറയുന്നത് ആളുകളെയും കൂടി ട്രെയിൻ ചെയ്ത് ബെറ്റർ ഒരു പ്രിപ്പയർഡ്നെസ് കമ്മ്യൂണിറ്റി ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ ആ ദുരന്തത്തിനോട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു സൊസൈറ്റീനെ ഒരു ദുരന്ത സ്ഥലത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് ദുരന്തങ്ങളെ കുറിച്ച് അറിയാം. അപ്പം നമ്മൾ ആ ദുരന്തത്തോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്കിപ്പം അറിയാം. ഇത്രയും കാലം നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മൾ ഓടി അവിടെ ചെല്ലുന്നു, ചിലപ്പോൾ നമ്മളും ആ അപകടത്തിൽപ്പെടാം. ഇപ്പം നമ്മളങ്ങനെ ചെയ്യില്ല. കാരണം നമുക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മാറി നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരെ റിഹാബിലിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. സോ ഇതാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രിപ്പയർഡ്നെസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റീസ് ആർ നോട്ട് വെൽ പ്രിപ്പയർഡ്, കൺട്രോൾ ഓവർ ദ ഡിസാസ്റ്റർ ഇവന്റ് വുഡ് ബി യൂഷ്വലി ലോസ്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഒക്കറൻസ്. അപ്പോൾ അവരെ ശരിക്കും ട്രെയിൻ ചെയ്തില്ലെങ്കിൽ എന്താവും? അത് കംപ്ലീറ്റ് ആയിട്ട് കൊളായിപ്പോവും. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. If each individual in the community is familiar with the ways of coping and precautionary measures, then the disruption by a disaster can be reduced. ഇപ്പം നമുക്കൊരു ദുരന്തത്തിന്റെ വ്യാപ്തി, അതിൻ്റെ അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നു നമ്മൾക്ക് അറിയാം എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കതിൻ്റെ ആ ദുരന്തത്തോട് ഒത്തുപോകാൻ നമുക്ക് പറ്റും, അല്ലേ? ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ നടക്കുന്നു, ഓക്കെ, ഇപ്പോൾ ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ഇങ്ങനെയാണ് സൈക്ലോൺ ഉണ്ടാവുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. അതറിയും തോറും നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പപ്പ് ചെയ്ത് പോകാൻ വേണ്ടി നമുക്ക് പറ്റും. മാത്രമല്ല അതിൻ്റെ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാവുന്ന നാശനഷ്ടങ്ങളും ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി പറ്റും. അടുത്ത പോയിന്റ് നോക്കൂ. A good disaster prepared community will face comparatively less impacts. A good disaster prepared community will face comparatively ലെസ് ഇമ്പാക്ട്സ്. ഇപ്പം നമ്മളുടെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് നമ്മളോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മളുടെ ഏരിയയിൽ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ അളവ് വളരെയധികം കുറക്കും, അല്ലേ? അതിൻ്റെ ഡിസാസ്റ്റർ ലെവല്, അതിൻ്റെ ഇമ്പാക്റ്റ് വളരെയധികം കുറക്കും.
ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, വെള്ളപ്പൊക്കം വന്ന സ്ഥലത്തു നിന്ന് നമ്മളെല്ലാം മാറ്റി നമ്മൾ സെറ്റായിരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ? അതേസമയം നമുക്ക് ഒന്നും അറിയില്ല, നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? More number of lives can be saved during the first few hours after disaster has occurred through village level local task forces response teams. അപ്പോൾ ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റും ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ. കാരണം എന്താണ്? അവിടെയുള്ള ആൾക്കാർ തന്നെ ഭൂരിപക്ഷ ആൾക്കാരെയും രക്ഷിക്കും. മറ്റ് ഏജൻസീസ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്യും. There is a growing evidence to show that the most top-down disaster risk management and response program fail to address the specific local needs of vulnerable communities, ignore the potential of local resources and capacities, and may in some cases even increase people's vulnerability. The community-based disaster management approach is relevant for the catastrophe as well as the small medium scale disasters where the external assistance is minimal. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 4-5 പോയിന്റ് പഠിച്ചു വെക്കാം. ഏറ്റവും ചെറിയതായിട്ടുള്ളതോ വലുതായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു 4-5 പോയിന്റ് പഠിച്ചു വെക്കാം. ഇപ്പോൾ ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വൈ ഡു വി നീഡ് CBDP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ വാട്ട് ഈസ് CBDP എന്നും പഠിച്ചു വെക്കുക. എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളതിനുള്ള ഡെഫിനേഷനും കൂടി പഠിച്ചു വെക്കാം. അടുത്ത ഓർഗനൈസിങ് കമ്മ്യൂണിറ്റി ഫോർ CBDPക്ക് വേണ്ടി കമ്മ്യൂണിറ്റി വേണം നമ്മൾ പറഞ്ഞു അല്ലെ? കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആദ്യം കമ്മ്യൂണിറ്റീനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ നോക്കാം. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് നീഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റീൻ്റെ എങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കണം എന്ന് തിരിച്ചറിയുക. ഒപ്പം തന്നെ അവരുടെ കപ്പാസിറ്റി ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് ശരിയാക്കാം. സെലക്ടിങ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആസ് വോളണ്ടിയേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അതിന് പറ്റിയുള്ള ആരോഗ്യമുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ ചൂസ് ചെയ്യണം വോളണ്ടിയേഴ്സ് ആയിട്ട്. അപ്പം അങ്ങനെ ചൂസ് ചെയ്യാം. ഓർഗനൈസിങ് കമ്മ്യൂണിറ്റീസ് ആൻഡ് വില്ലേജ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കിയിട്ട് അതിനെ ഓർഗനൈസ് ചെയ്യാം. ഒപ്പം തന്നെ വില്ലേജ് ലെവലിൽ തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടാസ്ക് ഫോഴ്സ് ഫോം ചെയ്യുക. ഒപ്പം തന്നെ ഇൻക്ലൂഡിങ് എലക്റ്റഡ് മെമ്പർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് PRIs. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം അതിൽ നിന്നുള്ള മെമ്പേഴ്സിനെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഈ തരം കമ്മ്യൂണിറ്റീസിൽ ടാസ്ക് ലെവൽ ഫോഴ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഓഫ് ഐഡന്റിഫൈഡ് ആക്ടിവിറ്റീസ്. പ്രത്യേകം ചില ദുരന്തങ്ങളിൽ രക്ഷിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അതൊക്കെ എത്തിക്കാൻ വേണ്ടി അതിനുള്ള റിസോഴ്സുകൾ സെറ്റ് ചെയ്യുക. ട്രെയിനിങ് ഓഫ് ടാസ്ക് ഫോഴ്സ്. ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്താൽ മാത്രം പോരല്ലോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ? അത് അടുത്ത കാര്യമാണ് ട്രെയിനിങ് ഓഫ് ടാസ്ക് ഫോഴ്സ്. ഷെയറിങ് ലെസൺസ് ലേൺസ് ഫ്രം ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഓരോ പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പം അതിൽ കൂടുതൽ ലെസൺസ് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാം. റെപ്ലിക്കേഷൻ ആൻഡ് ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് CBDP ബൈ എ കോമ്പീറ്റന്റ് ഓർഗനൈസേഷൻ. അപ്പോൾ CBDP വഴി ഒരു നല്ല ശക്തിയുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ആക്കുക എന്നുള്ളതാണ് അടുത്തത്. ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാക്കുക. അടുത്തത് CBDPന്റെ പ്രോസസ് ആണ് പറയാൻ പോകുന്നത്. A 6-step sequential process of community-based disaster risk reduction adopted can be used in CBDP as well. All stages in disaster risk reduction process are given are in the figure below. ഇവിടെ പറയുന്നത് CBDPന്റെ പല സ്റ്റേജസ് ആണ്. പ്രോസസ് ഓഫ് 6 സ്റ്റേജ്ഡ് പ്രോസസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യം ഇപ്പൊ CBDPക്ക് നമ്മൾ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനത്തെ ഒരു 6 സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, സെലക്ട് ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റീനെ സെലക്ട് ചെയ്യുക. റെക്കോർഡ് ബിൽഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്.
അവരെ ബിൽഡ് ചെയ്ത് അവർക്കൊരു എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. പാർട്ടിസിപ്പേറ്ററി ഡിസ്ക് അസസ്മെന്റ്, അവരുടെയും കൂടി റിസ്ക് മനസ്സിലാക്കാനാണ്, ഓരോ ദുരന്തത്തിന്റെ റിസ്ക് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, പല പ്രോഗ്രാംസുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുവഴി അവരുടെ തിങ്കിങ് ലെവലൊക്കെ മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിങ് തയ്യാറാക്കുക. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി മാനേജ്ഡ് ഇംപ്ലിമെന്റേഷൻ, ഇത് പ്ലാൻ ഉണ്ടാക്കിയപ്പോഴല്ലോ അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ, ആ ലെവൽ. അടുത്തത് മോണിറ്ററിങ് ആൻഡ് ഇവല്യൂഷൻ. അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ഓരോന്നും തന്നെ ഡിഫൈൻ ചെയ്തു പോകുന്നുണ്ട്. ഈ 6 പ്രോസസ്സ് എന്താണ്, ഓരോ ലെവലിലും എന്താണെന്നാണ് നെക്സ്റ്റ് 2 പേജിൽ കൊടുത്തിട്ടുള്ളത്. അത് എല്ലാവരും വായിക്കുക. ഓക്കെ. അപ്പം തന്നെ ലാസ്റ്റ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ ലെവൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആദ്യം സെലക്ടിങ് ദി കമ്മ്യൂണിറ്റി. ഫസ്റ്റ് ടാസ്ക് അണ്ടർ CBDP is the selection of community for implementation of CBDP. നന്നായിട്ട് വായിക്കുക അത്. കാരണം ഒരുപാട് ലോങ് വീഡിയോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും. അതുകൊണ്ട് അത് വായിക്കുക. ആ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റാപ്പോർട്ട് ബിൽഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ പാർട്ടിസിപ്പേറ്ററി റിസ്ക് അസസ്മെന്റ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിങ്, കമ്മ്യൂണിറ്റി മാനേജ്ഡ് ഇംപ്ലിമെന്റേഷൻ, മോണിറ്ററിങ് ഇവാലുവേഷൻ. ഇത്രയും ലെവൽസിന്റെ ഒരു ഷോർട്ട് നോട്ട് ആക്കി വെച്ചോളാം. ഓക്കെ. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ CBDP. ഇതിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് ഈസ് എ പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് the nature, scope and magnitude of negative effects of hazards to the community and its household within the anticipated time period. This is based upon the assessment of hazards, vulnerabilities, capabilities and analysis and prioritization of risk. Collecting, interpreting and analyzing information through various processes forms a part of community risk assessment, which has 3 interrelated steps including risk identification, risk analysis and risk evaluation. അപ്പോൾ ഇതിന് 3 ടെക്നിക്സ് ആണ് പറയുന്നത്. ഒന്ന് റിസ്ക് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അനാലിസിസ്, റിസ്ക് ഇവാലുവേഷൻ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റ് പേജിലുള്ളത്. അത് റിസ്ക് ഐഡന്റിഫിക്കേഷൻ, ഹസാർഡ്, വൾണറബിലിറ്റി ആൻഡ് കപ്പാസിറ്റി അസസ്മെന്റ്. റിസ്ക് അനാലിസിസ്, റിസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിസ്ക് എന്ന്. അപ്പോൾ അതിന്റെ സാധ്യത, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യതയും ഒപ്പം തന്നെ അത് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ റിസ്ക് ഐഡന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിനെ അനലൈസ് ചെയ്യുന്നു ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെ 3 സ്റ്റേജസ് ആണ് പോകുന്നത്. അതാണ് അടുത്ത പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.